ഇത് എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്നുള്ളൊരു അനുമാനമാണുള്ളത്? 100% സേഫാണ് നമ്മളിവിടെ. ഈ അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വേണ്ട രീതിയിൽ പാലിക്കാത്തവർക്ക് മാത്രമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും അപകടത്തിൽപ്പെട്ടവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടാവാം ഒരു പക്ഷേ സേഫ് പ്ലേസിലേക്ക് ഷെൽട്ടർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ടിട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ നമ്മളൊരു 90% പാലിച്ചാൽ മതി നമുക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കോ ഞാൻ കടന്നത് കൊണ്ടിട്ട് അതിന് വലിയ വില ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതുപോലെ തന്നെ വലുതാണ്. ഇപ്പൊ ഇന്ന് ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞപ്പോൾ പോലും അതിനെ മുഖവിലേക്ക് എടുക്കാനായിട്ട് തയ്യാറല്ല. പിന്നെ താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ഞങ്ങളുടെ അതായത് ലോക്കലി മീൻസ് ഇസ്രായേലിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എല്ലാവരും ഒരുപോലെ ഇപ്പോ നമുക്കറിയാം, ഞാൻ തുറന്നു സമ്മതിക്കുന്നുണ്ട്, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ചില ക്രമക്കേടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും എതിർപ്പാണെങ്കിൽ പോലും ഈ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ട്, യാതൊരു രീതിയിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാകാതെ തന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രീതിയിലാണെങ്കിലും ഈ ഭീകര സ്വഭാവത്തിലുള്ള ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരവാദം അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. 100% സേഫാണ് നമ്മളിവിടെ.